നമസ്കാരം, ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസൾട്ടൻ്റ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, പട്ടി കടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേ വിഷബാധ ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റുകളിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിനെ സമീപിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നമുക്ക് വളർത്തു നായ്ക്കളുടെ കടി മൂലവും നമുക്ക് പേ വിഷബാധ ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരിക്കൽ നമുക്ക് പട്ടി കടി ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്, ആ കടി ഏറ്റ ഭാഗം നമുക്കൊരു 15 to 20 മിനിറ്റ്സ് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യുക. നമുക്ക് സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദാർത്ഥങ്ങളോ യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ വാഷ് ചെയ്യണം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കടി ഏറ്റ് കഴിഞ്ഞാൽ അതിന് ചുറ്റും നമുക്ക് വൈറസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ വൈറസ് നമ്മൾ എങ്ങനെയെങ്കിലും കഴുകിക്കളയുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണോ അതോ നമ്മൾ വാഷ് ചെയ്യാൻ 15 to 20 മിനിറ്റ്സ് നമ്മൾ കൊടുക്കണോ എന്നുള്ളത്. അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും നമ്മളത് വാഷ് ചെയ്യണം. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് വാഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാക്സിൻ കൊടുക്കണോ അതോ ഇമ്മ്യൂണോഗ്ലോബുലിനും കൂടെ കൊടുക്കണോ എന്നുള്ളത്. അത് നമ്മൾ ഓരോ വൂണ്ടിനും അല്ലെങ്കിൽ പറ്റുന്ന മുറിവുകൾക്കും കാറ്റഗറി അനുസരിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പ്ലെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു മുറിവ് പറ്റി അവിടുന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിനും കൂടെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. വാക്സിൻ മാത്രമല്ല, നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിനും കൂടെ കൊടുക്കണം. ഇല്ല, ഇനി ഒരു ക്ലിയർ വൂണ്ടാണ്, നമുക്ക് പ്രത്യേകിച്ച് ബ്ലീഡിങ് ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പൂച്ച അല്ലെങ്കിൽ പട്ടികളുടെ മാന്തൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ മാത്രം എടുത്താൽ മതി. ഇനി എന്തിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മുടെ വൈറസ്, പേ വിഷബാധ ഏൽക്കാനുള്ള വൈറസ് നമ്മുടെ വൂണ്ടിലൂടെ നമ്മുടെ രക്തത്തിലോട്ട് കലർന്നേക്കാം. അപ്പോൾ അത് നിർവീര്യമാക്കാനുള്ള ആൻറ്റിബോഡീസാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ വഴി കൊടുക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ ആ മുറിവുകൾക്ക് ചുറ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ബാക്കി വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മുടെ ലെഫ്റ്റ് കൈയിൻ്റെ ഷോൾഡറിലാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇനി വാക്സിൻ നമ്മൾ എപ്പോഴും ഡിസ്റ്റൻറ്റ് ഷോൾഡർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഷോൾഡറിൻ്റെ അവിടെ ആയിരിക്കും ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇനി വാക്സിൻ നമ്മൾ എത്ര ഡോസ് എടുക്കണം എന്നുള്ളത് എപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ തീർച്ചയായിട്ടും 4 ഡോസാണ് വാക്സിനാണ് കൊടുക്കാറുള്ളത്. അതായത് ആ വരുന്ന ദിവസം, ദാറ്റ് ഈസ് 0 ഫസ്റ്റ് ഡേ നമ്മൾ വാക്സിൻ എടുക്കുക. അത് കഴിഞ്ഞ് 3rd ഡേ നമ്മൾ വീണ്ടും വാക്സിൻ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ 7th ഡേ, പിന്നെ 28th ഡേ, ഈ 4 ദിവസങ്ങളിലാണ് നമ്മൾ എപ്പോഴും വാക്സിൻ കൊടുക്കേണ്ടത്. ഇനി ഇതുമായിട്ട് പല ക്വസ്റ്റ്യൻസും ഞാൻ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും കേൾക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ വളർത്തു നായ്ക്കൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണോ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഈ പേ വിഷബാധ അല്ലെങ്കിൽ റേബിസ് വരുന്ന ഇൻഫെക്ഷൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ റിസ്ക് എടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വളർത്തു നായ്ക്കളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കുക. ഇനി വളർത്തു നായ്ക്കൾക്ക് തന്നെ പല വാക്സിൻസും നമുക്ക് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാക്സിനേഷൻ കാർഡിൽ ഇത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. എല്ലാ വർഷവും ഇവർ ബൂസ്റ്റർ എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടോ നമ്മൾ വീണ്ടും ഉറപ്പ് വരുത്തുക. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, എപ്പോഴും വാക്സിൻ ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഇനി നമുക്ക് ആഹാരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ആഹാരത്തിൽ പഥ്യമോ അല്ലെങ്കിൽ ആഹാരത്തിൽ നമുക്ക് ക്രമീകരണം വരുത്തേണ്ട ഒരാവശ്യകതയും ഇല്ല. കാരണം ഇത് നോർമലായിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ മാത്രമാണ്. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനുമാണ് നമ്മൾ ഓരോ ഹോസ്പിറ്റൽസിലും കൊടുക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ഞാൻ ആൾറെഡി പറഞ്ഞു, നന്നായിട്ട് വാഷ് ചെയ്യുക. എവിടെന്നെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും കൊടുക്കുക. ഇനി എത്ര നാൾ നമുക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ എടുക്കണം എന്നുള്ളത്, ഏകദേശം ഒരു 7 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മൾ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കണം. പക്ഷേ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയും പെട്ടെന്ന് എടുക്കാവോ അത്രയും പെട്ടെന്ന് എടുക്കുക. അത് തന്നെയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. താങ്ക് യു.